ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വെണ്ടക്ക കറിയുടെ റെസിപ്പി ആയാലോ? അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ എങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിനായിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, നടുവേ കീറിയ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തക്കാളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി കറിക്ക് ആവശ്യമായ പുളിയും കൂടിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കിയാലോ? കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. ഇപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഉഴുന്നാണ്. അതും പാടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിൻ്റെയൊക്കെ കളറ് മാറി തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന സവാള, ചെറുതായി അരിഞ്ഞ സവാള. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി സവാള എല്ലാം പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ സവാളയും അതുപോലെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സവാളയുടെ ഒക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന തക്കാളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിവിടെ ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളിയുടെ വെള്ളം കൂടിയും ചേർക്കുക. ഇനി ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അത് പൊടികളുടെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ചേർക്കുന്നത്. തണുത്ത വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ പൊടികളുടെ ഒക്കെ ടേസ്റ്റ് പോവും. അത് കാരണമാണ് ഞാൻ ഇവിടെ ചുടുവെള്ളം ചേർക്കുന്നത്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം തിളക്കാൻ വേണ്ടി മാറ്റി വെക്കുക. നമ്മളുടെ കറി ഇതാ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കണേ.